ഇക്കൊല്ലത്തെ സംസ്ഥാന ഹജ്ജ് ക്യാമ്പിന് കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ തുടക്കമായി. പുലർച്ചെ 12:35-നാണ് കരിപ്പൂരിൽ നിന്ന് ആദ്യ ഹജ്ജ് വിമാനം പുറപ്പെടുന്നത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ പുറപ്പെടുന്നത് ഈ വർഷമാണ്. ഹാജിമാർ കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ എത്തിത്തുടങ്ങി. വരവേൽക്കാൻ ഹജ്ജ് ഹൌസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി പറഞ്ഞു. ഹാജിമാരെ പ്രത്യേകം സീറ്റിലിരുത്തി അവർക്ക് വെള്ളമെല്ലാം കൊടുത്ത് രേഖകളെല്ലാം അവരെ കാണിച്ച് ഉറപ്പുവരുത്തി എല്ലാ സൗകര്യങ്ങളും റെഡിയാണ്. ഇന്നലെ മന്ത്രിയുടെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം വിളിക്കുകയും പ്രവർത്തനങ്ങൾക്ക് വിലയിരുത്തുകയും ചെയ്തു. ജില്ലാ കലക്ടർ സജീവമായി നമ്മുടെ കൂടെ ഉണ്ട്. ബാക്കി എല്ലാ ഏജൻസികളും ഓരോരുത്തരെയും ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാജിമാർ നേരിട്ട് വിമാനത്താവളത്തിലെത്തി എയർ ഇന്ത്യ എക്സ്പ്രസ് കൗണ്ടറിൽ ലഗേജ് കൈമാറിയ ശേഷമാണ് ഹജ്ജ് ക്യാമ്പിലേക്ക് എത്തേണ്ടത്. സഹായത്തിനായി കൂടുതൽ കൗണ്ടറുകളും സജ്ജമാണ്. പൂർണ്ണ സംതൃപ്തിയിലാണ് ഹാജിമാരും. കേരള ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ ആദ്യമായി ആദ്യത്തെ ദിവസം ആദ്യത്തെ ബാച്ചിൽ തന്നെ സെലക്ഷൻ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. കരിപ്പൂരിൽ നിന്ന് 166 പേർക്ക് വീതം യാത്ര ചെയ്യാവുന്ന 59 വിമാനങ്ങളാണ് ഇത്തവണ ക്രമീകരിച്ചിരിക്കുന്നത്. മെയ് 26-നാണ് കൊച്ചിയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം. ജൂൺ 1-ന് കണ്ണൂരിൽ നിന്നും യാത്ര തുടങ്ങും. കരിപ്പൂരിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസും മറ്റ് 2 എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്ന് സൗദി എയർലൈൻസുമാണ് സർവീസ് നടത്തുന്നത്. കൈരളി ന്യൂസ്, മലപ്പുറം.